ഇപ്പോൾ അലിഖാന്റെ പ്രശ്നം, അലിഖാന് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു കോടതി വിധി പ്രകാരം 15,000 കോടി രൂപയുടെ സ്വത്തുക്കൾ, അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊത്തം കുടുംബത്തിന്റെ ആ സ്വത്തുക്കൾ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇപ്പൊ അദ്ദേഹം നിൽക്കുന്നത്. കാരണം എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം 1968 സർക്കാർ കൊണ്ടുവന്നാണ്. ആ ആക്ട് പ്രകാരം ഇപ്പോൾ സൈഫ് അലി ഖാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം കൈവശം വെച്ചിരിക്കുന്ന 15,000 കോടി രൂപയുടെ സ്വത്ത് സർക്കാരിൻ്റെതാണ്. കാരണം 1947 പാകിസ്ഥാനിലേക്ക് പോയ ആളുകളുടെ സ്വത്ത് അത് ഇന്ത്യൻ സർക്കാരിലേക്ക് വരുന്നത്, അത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ സ്വയമേവ പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ, വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് വല്ല 47 48 പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ സ്വത്ത് ഇന്ത്യൻ സർക്കാരിലേക്ക് അല്ലെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്ന രീതിയിലുള്ള നിയമമാണ് 1968 കൊണ്ടുവന്നത്. സൈഫ് അലി ഖാൻ എന്ന് പറയുന്നത് പഴയ മുസ്ലിം ഭരണാധികാരികളുടെ ഒരു വംശപരമ്പരയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിരുന്നു ഭോപ്പാലിലെ അവസാനത്തെ സുൽത്താനായിരുന്നത്. അദ്ദേഹത്തിന് 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു മകളുടെ പൗത്രനാണ് സൈഫ് അലി ഖാൻ. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ പാകിസ്ഥാനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോടതി വിധി പ്രകാരം സ്വത്തുക്കൾ ഇന്ത്യ ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ്. കാരണം പാകിസ്ഥാനിലേക്കാണ് അവരുടെ മകൾ പോയിരിക്കുന്നത്. സ്വാഭാവികമായും ആ സ്വത്തുക്കൾ സർക്കാരിൻ്റെതാകണം. അപ്പൊ ഇതിനുള്ള നിയമ നടപടികൾ 2015 തുടങ്ങിയ സമയത്താണ് അതിനെതിരായിട്ട് കോടതിയിൽ നിന്ന് അവർ കോടതിയെ സമീപിച്ചത്. ഇപ്പൊ കോടതി വിധി പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നു. ഈ 15,000 കോടി രൂപയുടെ സ്വത്തുക്കൾ സർക്കാരിൻ്റെതാവും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്.